ബജറ്റിൻ്റെ പ്രതിഫലനം എങ്ങനെയാണ് സംസ്ഥാനത്ത് നോക്കാം. നമുക്ക് ഓരോ ജില്ലകളിലേക്ക് ഒന്ന് പോകാം. തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അവിടെ ഷീജ ഉണ്ട്. ഷീജ, അതായത് ഈ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയിൽ തുടങ്ങിയ അവഗണനയാണ് ഓരോ ഘട്ടങ്ങളിലും. അത് എയിംസിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലായാലും കേരളത്തിൻ്റെ പാക്കേജുകളുടെ കാര്യത്തിലായാലും വന്യജീവി മനുഷ്യ സംഘർഷ ലഘൂകരണ പ്രവൃത്തികളുടെ കാര്യത്തിലായാലും വന നിയമങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലായാലും ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അവഗണന തുടരുന്നു. അതിൻ്റെ മൂർത്തിമത് ഭാവമാണ് ഈ ആദ്യ സമ്പൂർണ്ണ ബജറ്റ്. അജിംഷാദ്, കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗം കേൾക്കുമ്പോൾ കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമേ അല്ല എന്നുള്ളൊരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. കാരണം കേരളം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ അത് കൃത്യമായ രീതിയിൽ തന്നെ ഇപ്പോൾ അജിംഷാദ് തന്നെ അക്കമിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രയാസം മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 24,000 കോടിയുടെ പാക്കേജാണ്. കാരണം ആ രീതിയിൽ സംസ്ഥാനത്തെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുന്നു. സാമ്പത്തികപരമായി ഞെരുക്കുന്ന നടപടി കേന്ദ്രത്തിൻ്റെ തെറ്റായ നിലപാടുകൾ മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്നും പൂർണ്ണമായും കരകയറുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു പാക്കേജ് സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. അതുൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ, വിഴിഞ്ഞത്തിന് വേണ്ടി 5,000 കോടിയുടെ പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പുനരധിവാസത്തിന് 2,000 കോടിയുടെ പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം അത് ഗുരുതര പ്രശ്നമായി സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. അതിന് അടിയന്തരമായിട്ടുള്ള പദ്ധതികൾ ആവശ്യമാണ്. അതിനായി 1,000 കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുൾപ്പെടെ ഉള്ള പുതിയ ആവശ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് പഴയ ആവശ്യങ്ങൾ, അതായത് എയിംസ് ആകട്ടെ, അല്ലെങ്കിൽ സിൽവർ ലൈൻ ആകട്ടെ, കഞ്ചിക്കോടാകട്ടെ, അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തവണ വീണ്ടും സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒരാവശ്യങ്ങളോടും അനുഭാവപൂർണ്ണം പരിഗണിക്കുന്ന ഒരു നിലപാട് കേന്ദ്രം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ബജറ്റ് പ്രസംഗത്തിൽ നിന്നും ഈ അർഹമായ ആവശ്യങ്ങൾ ബീഹാറിന് കൊടുത്തോട്ടെ, ശരിയാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ ലാക്ക് മാത്രം വെച്ചുകൊണ്ട് ബീഹാറിനെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുകയും അത് പാർലമെൻറ്റിൽ തന്നെ ബീഹാറിൻ്റെ പേര് ഓരോ ഘട്ടത്തിൽ പറയുമ്പോൾ നിർമ്മലാ സീതാരാമൻ തന്നെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ സൈഡിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധം അവിടെ ഉയർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയേറെ അത്ര പക്ഷപാതപരമായി ഒരു ബജറ്റ് നടത്തുമ്പോൾ ഒരു നിർബന്ധിതമായ ഒരു സാമ്പത്തിക രാഷ്ട്രീയ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ബജറ്റ്. ഒരു ജനതയുടെ ആശ്വാസമാകുന്നത് അത് നിർബന്ധിതമായ ഒന്നാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അതിൽ നിന്ന് അവഗണിക്കുക എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇതൊരു രാഷ്ട്രീയ പ്രവൃത്തി, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർക്ക് അനുഗുണമായി കാര്യങ്ങൾ ചെയ്തു എന്ന് വേഗമായി പറഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ല. ഈ അവഗണന, 1 രൂപ, ഈ അവകാശമാണ് ലംഘിക്കുന്നത്. 1 രൂപ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ 30 പൈസയിൽ താഴെയാണ് ഈ സംസ്ഥാനത്തിന് തരുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വിവിധ സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ച് നൽകേണ്ട അർഹമായ കാര്യങ്ങൾ നൽകാതെ പക്ഷപാതം കാട്ടുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ. തീർച്ചയായും അജിംഷാദ്, അത്തരത്തിലുള്ള ഭരണഘടനാ നിലപാട് ഇപ്പോൾ പുതുതായല്ല കേന്ദ്രം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം എല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയപരമായി തന്നെയാണ് കേരളത്തിൻ്റെ ആവശ്യങ്ങളോട് കേന്ദ്രം മറുപടി നൽകിയിട്ടുള്ളത്, സമീപിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ബജറ്റ് പ്രസംഗം എന്ന് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞതുപോലും അതുതന്നെയാണ്. കാരണം സംസ്ഥാനത്തോട് തികഞ്ഞ അവഗണനയാണ് കേന്ദ്രം കാട്ടുന്നതെങ്കിൽ പോലും സംസ്ഥാനം ഈ ബജറ്റിലും പ്രതീക്ഷ അർപ്പിക്കുന്നു. കാരണം സംസ്ഥാനം നേരിടുന്ന തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ അത്രയും ഒന്നുമില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. അതിൻ്റെ ഒരംശമെങ്കിലും ഇത്തവണ കേരളത്തിന് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തെറ്റിക്കുന്നതാണ് ഇന്നിപ്പോൾ കേന്ദ്രത്തിൻ്റെ ബജറ്റിലുള്ള കേരളത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്.